ഈ തഫ്സീർ പല പിൽക്കാലം മുഫസ്സിരീങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ അബൂ മുസ്ലിം അൽ അസ്ഫഹാനി പറഞ്ഞ ഈ തഫ്സീർ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ തഫ്സീർ ഉണ്ടല്ലോ, അതൊരു ഹദീസിൽ എന്ത് ചെയ്തിട്ടില്ല, സഹിയായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ ഇസ്രായേലി കഥകളാണ് അതിൻ്റെ അവലംബം. അതുകൊണ്ട് ഇസ്രായേലി കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ തൗറാത്തിൽ നിന്നും മറ്റൊക്കെയുള്ള വാർത്തകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പിൽക്കാല മുഫസ്സിരീങ്ങളും ഈ രണ്ടാമത് പറഞ്ഞ തഫ്സീറിനെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ രണ്ട് അഭിപ്രായമുള്ളത് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഖാല ബസർതു ബിമാ ലം യബ്സുറു ബിഹി ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂലി ഫനബത്തുഹാ വകദാലിക സവ്വലത്നി നഫ്സി. ഇനിയിപ്പോൾ ഇതിൻ്റെ തഫ്സീർ നമ്മൾ ഏതെടുത്തിട്ടുണ്ടെങ്കിലും വിഷയം എന്താണ്? വിഷയം സാമിരി മുൻകൈ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ പിന്നെ ആഭരണങ്ങൾ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ആളുകളോട് ഇതാണ് നിങ്ങളുടെ ഇലാഹ്, മൂസാൻ്റെ ഇലാഹും ഇത് തന്നെയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആളുകളെ കൊണ്ട് ആ കാളക്കുട്ടിയെ ആരാധിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിനോട് പറഞ്ഞത്? അതാണ് ഖാല ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ് വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു വൻദുർ ഇലാ ഇലാഹിക അല്ലദീ ളൽത അലൈഹി ആകിഫ ലനുഹർരിഖന്നഹു സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ. എന്താ ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ നീ പോ എന്നുള്ളതാണ്, നീ പോവുക. അഥവാ ഈ ഫൗൽ ഫസീഹ എന്ന് പറയും. നീ ഇതൊക്കെ ചെയ്തത് കാരണത്താൽ, ആളുകളെ പേപ്പിച്ചത് കാരണത്താൽ, ഇദ്ഹബ് നീ പോ. ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂൽ ലാ മിസാസ്. ഫഇന്ന ലക തീർച്ചയായും നിനക്ക്, ഫിൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലുണ്ട്, ഫിൽ ഹയാത്ത് ഈ ജീവിതത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഉള്ളത്, അൻ തഖൂൽ നീ പറയലാണ്, അൻ തഖൂൽ നീ പറയലാണ്. എന്ത്? ലാ മിസാസ് എന്ന് പറയലാണ്, ലാ മിസാസ് എന്ന് പറയലാണ്. ഫദ്ഹബ് നീ പോവുക, ഫഇന്ന ലക ഫിൽ ഹയാത്ത് ഈ ഭൗതിക ജീവിതത്തിൽ നിനക്കുള്ളത് തീർച്ചയായും, അൻ തഖൂൽ ലാ മിസാസ് എന്ന് നീ പറയലാണ്. എന്താ പറഞ്ഞേ? ഈ ലാ മിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ എന്നതിൻ്റെ ഖാത്തല എന്നറിയില്ല, ഖാത്തല എന്ന് പറഞ്ഞാൽ പരസ്പരം യുദ്ധം ചെയ്തു, ഖിതാൽ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യൽ. അപ്പോൾ അതേപോലെ മാസ സ്പർശിക്കുക, സ്പർശിക്കുക. ലാ മിസാസ് എന്താ? സ്പർശനമില്ല, യാതൊരുവിധ സ്പർശനവുമില്ല എന്നർത്ഥത്തിൽ. ലാ മിസാസ് എന്ന് പറഞ്ഞാൽ സ്പർശനം. അവിടെ ലാ മിസാസ് എന്ന് പറഞ്ഞത്, ലാ മിസാസ യാതൊരുവിധ സ്പർശനമില്ല എന്ന് പറയാൻ കാരണം ഈ ലാ, നമ്മൾ ലാ ഇലാഹ ഇല്ലെന്ന് അറിയില്ല, ലാ ഇലാഹ, അവിടെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ യാതൊരു ഇലാഹും ഇല്ല എന്നാണ്. ലാ നാഫിയ ലിൽ ജിൻസ് എന്ന് പറയും, അതിൻ്റെ ഇസ്മാണിത്. ലാ മിസാസ, ലാ ഇലാഹ എന്ന് പറയുന്നത് പോലെ യാതൊരുവിധ സ്പർശനവും ഇല്ല. എന്താ പറഞ്ഞതെന്നറിയോ? ഈ സാമിരിയോട് ലാ മിസാസ് എന്ന് പറഞ്ഞാൽ ലാ അമുസ്സു വലാ ഉമസ് എന്നാണ്. ലാ അമുസ്സു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെയും തൊടൂല, വല ഉമസ് ഒരാൾ എന്നെയും തൊടാൻ പാടില്ല എന്നാണ്. ഞാൻ ഒരാളോടും സമ്പർക്കത്തിനില്ല, എന്നോടൊരാളും സമ്പർക്കം പാടില്ല. ഞാൻ ഒരാളെയും തൊടൂല, എന്നെ ഒരാളും തൊടാൻ പാടില്ല. അതാണ് ലാ മിസാസ്, ലാ അമുസ്സു വല ഉമസ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ചില തഫ്സീറുകളിൽ മൂപ്പരോട് ലാ മുഖാലമ ഇല്ല, സംസാരം. അതേപോലെ തന്നെ ലാ മുവാജഹ, ആരും മൂപ്പരോട് മുവാജഹ പാടില്ല, മൂപ്പരെ അഭിമുഖീകരിക്കാൻ പാടില്ല. അതേപോലെ ലാ മുബായ, ആരും മൂപ്പരായിട്ട് ഇടപാട് പാടില്ല, ലാ മുബായ. ഇതേപോലെ ലാ മുസാഫഹ, ആരും മുസാഫത്ത് ചെയ്യാനോ മുമാസാത്ത് തൊടാനോ ഒന്നും പാടില്ല. അതാണ് അങ്ങനെ പലതും. അതായത് മൂപ്പരോട് പരിപൂർണ ബഹിഷ്കരണം, അതാണ് പരിപൂർണ ബഹിഷ്കരണം. അതിൽ സംസാരമില്ല, അതേപോലെ തന്നെ അഭിമുഖീകരിക്കലില്ല, ഇടപാടും ഒന്നുമില്ല. മൂപ്പരോട് ഇദ്ഹബ് പോകാൻ പറഞ്ഞു. ഫൈനലക ഫിൽ ഹയാത്തി അൻ തഖൂൽ ലാ മിസാസ്, ആര് വന്നാലും ലാ മിസാസ്, ഞങ്ങളെ തൊടാനും ഇല്ല, നിങ്ങൾ ഇന്നെ തൊടാനും പാടില്ല എന്ന് പറയണമെന്നാണ്. അയാൾ പറ്റേ വിഗണിക്കപ്പെട്ടു എന്നാണ്, സാമൂഹ്യ ശ്രേണിയിൽ നിന്ന് മൂപ്പർ പറ്റേ ദൂരെയാക്കപ്പെട്ടു എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയാണ്, നബദ ഫനുബിദ്. നബദ എന്താ? നബദ പറഞ്ഞ നുബിദ് ഉണ്ടോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ഫഖബൽതു ഖബലതൻ മിൻ അസരി റസൂൽ ഫനബദ്തുഹ. നബദ്തു എന്നാണ് എന്താ? ഞാൻ
ആ സ്വീകരിച്ചതിനെ വിഗണിച്ചു. നബദ ഫനുബീദ്, അതുകൊണ്ട് തന്നെ മൂപ്പര് എന്ത് ചെയ്തു? വിഗണിക്കപ്പെട്ടു. എല്ലാവരാലും മൂപ്പര് വിഗണിക്കപ്പെട്ടു. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ അദാബാണത്, ഏറ്റവും വലിയ അദാബാണത് അല്ലേ? ഒരു മനുഷ്യൻ ആരും മൂപ്പരെ തിരിഞ്ഞു നോക്കാതിരിക്കുക, ആരും മൂപ്പരെ അഭിമുഖീകരിക്കാതിരിക്കുക, ആരും മൂപ്പരോട് മിണ്ടാതിരിക്കുക, ആരും മൂപ്പർക്ക് ഇടപാട് നടത്താതിരിക്കുക. ആരും അയാളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പറയാണ് എന്നെ തൊടണ്ട, ഞങ്ങളെ തൊടാനില്ല, എന്നെ കാണണ്ട, ഞാൻ നിങ്ങളെ കാണാനില്ല എന്ന് പറയാൻ വെച്ചാൽ അപ്പോൾ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ദുനിയാവ് എത്ര വിശാലാണെങ്കിലും വിശാലമായ ദുനിയാവ് അയാൾക്ക് ജയിൽ അതിനേക്കാൾ ഇഡിസാണ്.